വാം വെൽക്കം എവ്രി വൺ. ഈ വീഡിയോ ട്യൂട്ടോറിയൽ നമ്മൾ കവർ ചെയ്യുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2019 സ്കീമിലൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ആണ്. അതിൻ്റെ ലാസ്റ്റ് മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 1 മുതൽ മോഡ്യൂൾ 4 വരെയുള്ളത് ഓൾറെഡി ഞാൻ സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാതുള്ളവർ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്ത് നോക്കുക. സോ മോഡ്യൂൾ 5 ഷോർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ സിമെട്രി ആൻഡ് റെസിപ്രോസിറ്റി ഇൻ ടേംസ് ഓഫ് T parameters. So reciprocity condition basically പറയുമ്പം ratio of excitation at one port to response at the other port is same if excitation and response are interchanged, right? അപ്പോൾ ഒരു പോർട്ടിൽ ഞാൻ ഒരു എക്സൈറ്റേഷൻ കൊടുത്തു, ആ ടൈമിലുള്ള റെസ്പോൺസ് മറ്റേ പോർട്ടിൽ ഞാൻ ചെക്ക് ചെയ്തു, റൈറ്റ്? ഇനി ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താലും അത് സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റെസിപ്രോക്കലായിട്ട് വരുന്നത്. സോ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. സോ റേഷ്യോ ഓഫ് എക്സൈറ്റേഷൻ അറ്റ് വൺ പോർട്ട് ടു റെസ്പോൺസ് അറ്റ് ദ അതർ പോർട്ട് ഈസ് സെയിം ഇഫ് എക്സൈറ്റേഷൻ ആൻഡ് റെസ്പോൺസ് ആർ ഇൻ്റർചേഞ്ച്ഡ്, റൈറ്റ്? ഇനി ഇതിൽ ടി പാരാമീറ്റേഴ്സ്, അതായത് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിൻ്റെതാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ആ മെട്രിക്സ് ഞാൻ എഴുതുകയാണ്. V1 I1 ഈക്വൽ ടു മെട്രിക്സ് A B C D V2 മൈനസ് I2, റൈറ്റ്? സോ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് പോർട്ടിൽ സോഴ്സ് വോൾട്ടേജ് VS അപ്ലൈ ചെയ്യാണ്. സിമിലർലി ഔട്ട്പുട്ട് പോർട്ട് ഞാൻ ഷോർട്ട് സർക്യൂട്ടും ചെയ്തു, റൈറ്റ്? ഇൻപുട്ട് പോർട്ടിൽ VS എന്ന് പറയുന്നൊരു വോൾട്ടേജ് ഞാൻ അപ്ലൈ ചെയ്തു, പ്ലസ് നെഗറ്റീവ് VS. സിമിലർലി ഔട്ട്പുട്ട് സൈഡ് ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇൻപുട്ടിലൂടെ പോകുന്ന കറൻറ്റ് I1 ആണ്. സിമിലർലി ഔട്ട്പുട്ട് പോർട്ടിൽ എൻ്റർ ചെയ്യുന്ന കറൻറ്റ് I2 ആണ്. ഇത് T പാരാമീറ്റേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്, റൈറ്റ്? നെക്സ്റ്റ്, അപ്പോൾ ഈ I2 ഈ ഡയറക്ഷനിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കറൻറ്റും കൂടെ ഞാൻ മാർക്ക് ചെയ്യാണ്. അതിനെ ഞാൻ I2 ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന വോൾട്ടേജാണ് V1. ഈ രണ്ട് ടെർമിനലിന് അക്രോസ് വരുന്ന വോൾട്ടേജാണ് V1. ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് V2. ദാറ്റ് മീൻസ് V1 ഈക്വൽ ടു VS. സിമിലർലി ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് V2 ഈക്വൽ ടു 0. സിമിലർലി I2 ഡാഷ് ഈക്വൽ ടു മൈനസ് I2, റൈറ്റ്? I2 ഡാഷ് ഈക്വൽ ടു മൈനസ് I2. നെക്സ്റ്റ് ഇതിൽ V2 ഈക്വൽ ടു 0 ആണ്. സോ എൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ ഞാൻ ചെക്ക് ചെയ്യുമ്പം V1, റൈറ്റ്? V1 ഈക്വൽ ടു V2 0 ആയതുകൊണ്ട് V2 0 ആണ്. സോ മൈനസ് I2, റൈറ്റ്? അപ്പോൾ ഇനി എനിക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 എന്ന് പറയുന്നത് ഇവിടെ VS ആണ്. സോ VS ഈക്വൽ ടു I2 ഈക്വൽ ടു മൈനസ് I2 ഡാഷ്. സോ I2 ഡാഷ്, റൈറ്റ്? അപ്പോൾ ഇവിടുത്തെ സോഴ്സ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്, റൈറ്റ്, എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് VS ആണ്. സോ VS ആൻഡ് സിമിലർലി നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് അറ്റ് അതർ പോർട്ട് എന്ന് പറഞ്ഞാൽ കറൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ VS ബൈ I2 ഡാഷ് ഈക്വൽ ടു എനിക്കിപ്പോൾ കിട്ടിയത് B ആയിട്ടാണ്, റൈറ്റ്? ഈ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് B ആയിട്ട് വന്നു. ഇത് 1 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു, റൈറ്റ്? സോ റെസിപ്രോസിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എഗെയിൻ അതേ T പാരാമീറ്റേഴ്സ് എടുക്കുകയാണ്. ഇത്തവണ ഞാൻ ചെയ്യുന്നത് എക്സൈറ്റേഷനും റെസ്പോൺസും ചേഞ്ച് ചെയ്യാണ്. അതായത് നേരത്തെ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഔട്ട്പുട്ട് പോർട്ടിലാണ് VS എന്ന് പറയുന്ന സോഴ്സ് കൊടുക്കുന്നത്. ഇൻപുട്ട് പോർട്ട് ഷോർട്ട് ചെയ്തു, റൈറ്റ്? സോ ഇവിടെ കൂടെ പോകുന്ന കറൻറ്റ് I2 ആണ്. സിമിലർലി ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്ന കറൻറ്റ് I1 ആണ്. ഇതിൽ താഴോട്ട് പോകുന്ന കറൻറ്റ് ഞാൻ I1 ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്, റൈറ്റ്? ഇതിനക്രോസ് വരുന്ന വോൾട്ടേജാണ് V2, റൈറ്റ്? ഇനി നമുക്ക് ഇക്വേഷൻസ് ഒന്ന് എഴുതാം. V2 ഈക്വൽ ടു, റൈറ്റ്, VS. V2 VSും സെയിം ആണ്. സിമിലർലി V1 ഈക്വൽ ടു 0 ആണ് ഈ കേസിൽ. സിമിലർലി I1 ഈക്വൽ ടു മൈനസ് I1 ഡാഷ്, റൈറ്റ്? I1 ഈക്വൽ ടു മൈനസ് I1 ഡാഷ്. സോ V1 ഈക്വൽ ടു 0 ആക്കുകയാണ്. V1 ഈക്വൽ ടു 0 ആക്കിക്കൊണ്ട് ഞാൻ എക്സ്പ്രഷൻ I1, ഈ രണ്ടാമത്തെ എക്സ്പ്രഷൻ എടുക്കുകയാണ്. അതായത് I1 ഈക്വൽ ടു CV2 മൈനസ് DI2, റൈറ്റ്? ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. I1 ഈക്വൽ ടു മൈനസ് I1 ഡാഷ് ഈക്വൽ ടു CV2. V2 ഈക്വൽ ടു VS. സോ CVS
മൈനസ് ഡി ഐ ടു. സോ ഐ ടുവിന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഐ ടു എങ്ങനെ വരും? ഐ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് എക്സ്പ്രഷൻ എടുക്കുകയാണ്. അതായത് V1 = A V2 മൈനസ് BI2. റൈറ്റ്. അതിൽ അഗെയിൻ V1 = 0 ആണ്. അപ്പോൾ 0 = AV2 മൈനസ് BI2. സോ ഇതിൽ നിന്ന് നമുക്ക് I2 കിട്ടും. I2 = AV2 ബൈ B. റൈറ്റ്. ഇതിൽ V2 എന്ന് പറയുന്ന VS ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ AVS ബൈ B ആയിട്ട് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് മൈനസ് I1 ഡാഷ് ഈക്വൽ ടു C മൈനസ് DA ബൈ B ഇൻറ്റു VS. ഞാൻ VS കോമൺ ആയിട്ടും കൂടെ എടുത്തു. CVS ഉണ്ട്, മൈനസ് DI2 എന്ന് പറയുന്ന A ബൈ B ഇൻറ്റു VS ആയി. സോ ഇതിൽ നിന്ന് എനിക്ക് I1 ഡാഷ് ബൈ VS, റൈറ്റ്, അല്ലെങ്കിൽ VS ബൈ I1 ഡാഷ്, അതാണല്ലോ നമ്മുടെ എക്സൈറ്റേഷനും റെസ്പോൺസും തമ്മിലുള്ള റേഷ്യോ വരുന്നത്. സോ VS ബൈ I1 ഡാഷ് ഈക്വൽ ടു, റൈറ്റ്, മൈനസ് B ബൈ CB മൈനസ് DA. റൈറ്റ്. ഞാൻ B കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ CB മൈനസ് DA ബൈ B വന്നു. സോ അത് ജസ്റ്റ് തിരിച്ചെഴുതി. അതായത് മൈനസ് B ബൈ CB മൈനസ് DA. റൈറ്റ്. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്തു. ഫോർ റെസിപ്രോസിറ്റി 1 = 2 ആണ്. അപ്പം അതിൽ നിന്ന് B = മൈനസ് B ബൈ CB മൈനസ് DA. സോ അല്ലെങ്കിൽ AD മൈനസ് BC = 1. റൈറ്റ്. ബിയും ക്യാൻസൽ ചെയ്തു. -1 ന്യൂമറേറ്ററിലുണ്ട്. സോ ഒരു -1 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതോടെ AD മൈനസ് BC = 1 ആയിട്ട് മാർക്ക് ചെയ്യാം. സോ റെസിപ്രോസിറ്റി കണ്ടീഷൻ ഇതാണ്, AD മൈനസ് BC = 1. സോ നെക്സ്റ്റ് ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന സിമെട്രി കണ്ടീഷനാണ്. സിമെട്രി കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് എഗെയിൻ വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ അറ്റ് വൺ പോർട്ട് ഷുഡ് ബി ദ സെയിം ആസ് ദ വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ അറ്റ് ദ അതർ പോർട്ട് വിത്ത് വൺ ഓഫ് ദ പോർട്ട്സ് ഓപ്പൺ സർക്യൂട്ട്. സോ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതുകയാണ്. സോ വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ അറ്റ് വൺ പോർട്ട് ഷുഡ് ബി ദ സെയിം ആസ് ദ വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ അറ്റ് ദ അതർ പോർട്ട് വിത്ത് വൺ ഓഫ് ദ പോർട്ട്സ് ഓപ്പൺ സർക്യൂട്ട്. റൈറ്റ്. സോ ഒരു പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ആക്കിക്കൊണ്ട് വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ സർക്യൂട്ടിൽ ഫസ്റ്റ് ഓഫ് ഓൾ I2 = 0 ആക്കുകയാണ്. റൈറ്റ്. I2 = 0. I2 = 0 ആക്കുന്നതോടുകൂടി V1 = AV2. റൈറ്റ്. V1 = AV2 ആയി. സിമിലർലി എനിക്ക് സെക്കൻഡ് എക്സ്പ്രഷനിൽ നിന്ന് കിട്ടും I1 = CV2. റൈറ്റ്. സോ ഇതിൽ വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ എടുക്കാനാണ് നമുക്ക് സിമെട്രിക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ V1 ബൈ I1 = ഇവിടെ AV2 ഉണ്ട് ഡിവൈഡഡ് ബൈ CV2. സോ V1 ബൈ I1 = A ബൈ C. ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. സിമിലർലി നെക്സ്റ്റ് കേസിൽ അതർ പോർട്ട് വിത്ത് ഓപ്പൺ സർക്യൂട്ട്. റൈറ്റ്. അതർ പോർട്ട് ഓപ്പൺ സർക്യൂട്ട്. അതായത് നെക്സ്റ്റ് ഞാൻ I1 = 0 ആക്കാം. I1 = 0 ആക്കുമ്പം ഫസ്റ്റ് എക്സ്പ്രഷനിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ചേഞ്ച് ഒന്നും തന്നെയില്ല. V1 = AV2 മൈനസ് BI2 എന്നും. സിമിലർലി സെക്കൻഡ് എക്സ്പ്രഷനിൽ I1 0 ആവുന്നതോടെ 0 = CV2 മൈനസ് DI2 അല്ലെങ്കിൽ CV2 = DI2 എന്ന് കിട്ടി. സോ വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ ആണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് V2 ബൈ I2. ആ സമയത്ത് മറ്റേ പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കണം. റൈറ്റ്. ഇവിടെ സെക്കൻഡ് പോർട്ടിലുള്ള വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ എടുത്തു. ആ ടൈമിൽ ഫസ്റ്റ് പോർട്ടിൽ ഓപ്പൺ സർക്യൂട്ടാണ്, ഫസ്റ്റ് പോർട്ട് ഓപ്പൺ സർക്യൂട്ടാണ്. സോ കറണ്ട് അതുകൊണ്ടാണ് 0 ആയിരിക്കുന്നത്. സോ V2 ബൈ I2 = D ബൈ C. ഇക്വേഷൻ 2. ഫോർ സിമെട്രി നമുക്കറിയാം ഇത് രണ്ടും സെയിം ആവണം. സോ ഫോർ 1 = 2 implies A by C = D by C or A = D. സോ A = D ആണ് സിമെട്രി കണ്ടീഷനായിട്ടും വരുന്നത്. സോ നെക്സ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്റ്റെയിൻ Y പാരാമീറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക്. റൈറ്റ്. Y പാരാമീറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇതൊരു ബേസിക്കലി ഡെൽറ്റ നെറ്റ്വർക്കാണ്. ഡെൽറ്റ നെറ്റ്വർക്ക് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാവുന്നതാണ് Y പാരാമീറ്റർ. വേറെ ഒന്നും കാൽക്കുലേഷൻ പോലും ഇതിനകത്തില്ല. ജസ്റ്റ് ഈ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ആദ്യം ഞാൻ ഈ ഫസ്റ്റ് നോഡ് എടുക്കുകയാണ്. ഈ ഫസ്റ്റ് നോഡ് ഞാൻ 1 ആയിട്ട് മാർക്ക് ചെയ്തു. സിമിലർലി ഇത് സെക്കൻഡ് നോഡായിട്ട് മാർക്ക് ചെയ്തു. ഇനി എക്സ്പ്രഷൻസ് ഞാൻ എഴുതുകയാണ്. മെട്രിക്സ് Y = ആൻസർ തന്നെ ഡയറക്റ്റ്ലി ഞാൻ എഴുതുകയാണ്. സോ ഇവിടെ വരുന്ന അഡ്മിറ്റൻസസിൻ്റെ സമ്മാണ്. ഈ നോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന അഡ്മിറ്റൻസസിൻ്റെ സമ്മാണ്. ഈ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് 75 kilo ohm, സിമിലർലി 100 kilo ohm.
സോ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പം അഡ്മിറ്റൻസ് ആയി. സോ 1/75 കിലോ ഓം പ്ലസ് 1/100 കിലോ ഓം. റൈറ്റ്, ഈ രണ്ട് റെസിസ്റ്റൻസും ആയിരുന്നു ഈ നോഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ രണ്ടെണ്ണം. റൈറ്റ്, സിമിലർലി ഇനി അടുത്തത് Y12 ആണ്. ഈ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡും സെക്കൻഡ് നോഡും ഷെയർ ചെയ്യുന്നതാണ്. അത് എഗെയിൻ തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ്, അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. സോ 1/100 കിലോ ഓം വന്നു. സൈൻ എന്തുകൊണ്ട് നെഗറ്റീവായെന്ന് വെച്ച് കഴിഞ്ഞാൽ I1 എന്ന് പറയുന്ന കറണ്ട് ഈ ഡയറക്ഷനിലും I2 എന്ന് പറയുന്ന കറണ്ട് ഈ ഡയറക്ഷനിലുമാണ് വരുന്നത്. സോ അത് ഓപ്പോസിറ്റ് വേയിൽ പോകുന്നതുകൊണ്ട് സൈൻ നെഗറ്റീവായി. സിമിലർലി ഈ വാല്യൂ തന്നെ ഇവിടെ എപ്പോഴും വരത്തുള്ളൂ. 1-ൽ നിന്ന് 2-ലോട്ട് നോക്കിയാലും 2-ൽ നിന്ന് 1-ലോട്ട് നോക്കിയാലും വ്യത്യാസമൊന്നും തന്നെയില്ല. സോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് 1/100 കിലോ ഓം ആയിട്ട് വന്നു. ഇനി സിമിലർലി സെക്കൻഡ് നോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ അഡ്മിറ്റൻസസിൻ്റെ സം എഴുതുകയാണ്. 1/100 കിലോ ഓം, റൈറ്റ്, 1/100 കിലോ ഓം പ്ലസ് 1/50 കിലോ ഓം. റൈറ്റ്, സോ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 1/75 പ്ലസ് 1/100 എന്ന് പറയുന്നത് 7/300 ആണ്. 7/300 കിലോ ഓം എന്ന് വരും. ഞാൻ എല്ലാത്തിലും കിലോ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഔട്ട് സൈഡായിട്ട് എടുക്കുകയാണ്. സോ ഇത് 7/300, നെക്സ്റ്റ് -1/100, എഗെയിൻ -1/100, എഗെയിൻ 3/100. എല്ലാത്തിലും കിലോ ഓം ഉണ്ട്. അത് ന്യൂമറേറ്റർ സൈഡിലോട്ട് എത്തുന്നതോടുകൂടി കിലോ എന്ന് പറയുന്നത് മില്ലിയായി, ഓം എന്ന് പറയുന്നത് മോ ആയിട്ടും മാറി. റൈറ്റ്, സോ ആൻസർ എന്ന് പറയുന്നത് 7/300 -1/100 -1/100 3/100 മില്ലി മോ. റൈറ്റ്, സോ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 14 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 7 മാർക്സ് വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്കസ് സീരീസ് ആൻഡ് പാരലൽ ഇൻ്റർ കണക്ഷൻ ഓഫ് 2-പോർട്ട് നെറ്റ്വർക്ക്സ്. സോ സീരീസ് ആയിട്ട് 2-പോർട്ട് നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യുമ്പോഴും സിമിലർലി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ടോട്ടൽ സമ്മേഷനാണ് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറയുന്നത്. സോ ഫസ്റ്റ് കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കേസ്. സീരീസ് ആവുന്ന സമയത്ത് 2 2-പോർട്ട് നെറ്റ്വർക്ക്സ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. സോ ഈ 2 2-പോർട്ട് നെറ്റ്വർക്ക്സ് ഞാൻ കണക്ട് ചെയ്യുമ്പം ഫസ്റ്റ് 2-പോർട്ട് നെറ്റ്വർക്ക് N1 ആണ്. ഇതിൻ്റെ ഈ പോർട്ട് ഈ രീതിയിൽ വന്ന് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഇൻപുട്ട് സൈഡ് സീരീസ് ആയത്. അതായത് ഞാൻ ഇവിടെ കൂടെ ഒരു കറണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ഈ ഫസ്റ്റ് 2-പോർട്ടിനകത്ത് എൻ്റർ ചെയ്തിട്ട് അത് സിമിലർലി അതേ കറണ്ട് തന്നെ സീരീസ്ലി ഈ പോർട്ട് വഴി പോകുന്നുണ്ട്. റൈറ്റ്, ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ കണക്ഷൻ സീരീസ് ആയിരിക്കുന്നത് കറണ്ട് സ്പ്ലിറ്റിങ്ങേ നടക്കുന്നില്ല. ഇതേ കറണ്ട് തന്നെയാണ് ഈ N2 എന്ന് പറയുന്ന പോർട്ടിനകത്തും എൻ്റർ ആയിരിക്കുന്നത്. സിമിലർലി ഇത് സീരീസ് തന്നെയാണ്. അതായത് സീരീസ് ആയതുകൊണ്ട് ഇൻപുട്ട് സൈഡും സീരീസ് ആണ്, ഔട്ട്പുട്ട് സൈഡും സീരീസ് ആണ്. എഗെയിൻ ഞാൻ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് ഒരു കറണ്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ആ കറണ്ട് നോമിനലി നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുന്നത് I2 ആണ്. ഇൻപുട്ട് സൈഡിലുള്ള കറണ്ട് I1 ആണ്. സോ ഇതേ കറണ്ട് തന്നെ ഈ N1 എന്ന് പറയുന്ന 2-പോർട്ട് നെറ്റ്വർക്കിനകത്ത് എൻ്റർ ചെയ്ത് അതേ സെയിം കറണ്ട് തന്നെ N2 എന്ന് പറയുന്ന 2-പോർട്ട് നെറ്റ്വർക്കിനകത്തും പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണിത് സീരീസ് കണക്ഷനായിട്ട് മാറിയത്. ഇനി ഞാൻ ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജിനെ, അതായത് ഫസ്റ്റ് 2-പോർട്ട് നെറ്റ്വർക്കിന് അക്രോസ് വരുന്ന വോൾട്ടേജിനെ V1 സിമിലർലി അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ V2 ആയിട്ട് മാർക്ക് ചെയ്തു. റൈറ്റ്, സിമിലർലി ഞാൻ സെക്കൻഡ് 2-പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് വോൾട്ടേജിനെ V1 ആയിട്ട് മാർക്ക് ചെയ്യാം. സിമിലർലി ഇതിനെ V2 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് പ്ലസ് നെഗറ്റീവ്, എഗെയിൻ ഇവിടെയും പ്ലസ് നെഗറ്റീവ്. ഇനി ടോട്ടൽ സർക്യൂട്ടിൻ്റെ, അതായത് രണ്ടെണ്ണത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ചേർന്ന് വരുന്ന V1 ഇവിടെയാണ് വരുന്നത്. പ്ലസ് നെഗറ്റീവ്, ഇവിടെയും പ്ലസ് നെഗറ്റീവ് V2. റൈറ്റ്, ഇവിടെ പ്രത്യേകം നോക്കുക, ഞാൻ V1-നെ V1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സിമിലർലി V2-നെയും V2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ടിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഈ ഫസ്റ്റ് നെറ്റ്വർക്ക് N1-ൻ്റെ Z പാരാമീറ്റേഴ്സ് എടുക്കുകയാണ്. റൈറ്റ്, N1-ൻ്റെ Z പാരാമീറ്റേഴ്സ് എടുക്കുക എന്ന് പറയുമ്പം V1 V2 റൈറ്റ്, ഇത് രണ്ടുമായിരുന്നു ഇതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട്. റൈറ്റ്, V1 ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട് വോൾട്ടേജസ് V1 ആൻഡ് V2 ഈക്വൽ ടു, റൈറ്റ്, ഫസ്റ്റ് അതായത് N1-നെ ഞാൻ 1 ഇട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ Z11 Z12 സിമിലർലി Z21 സിമിലർലി Z22 ഇൻറ്റു I1 I2. കറണ്ട് ഞാൻ പറഞ്ഞു സ്പ്ലിറ്റ് ഒന്നും ചെയ്യുന്നില്ല, സീരീസ് ആയതുകൊണ്ട് സെയിം കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. സിമിലർലി എനിക്ക് സെക്കൻഡ് 2-പോർട്ട് നെറ്റ്വർക്ക് ഇതേ കണക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് സെക്കൻഡ് 2-പോർട്ട് നെറ്റ്വർക്ക് എടുക്കുമ്പോൾ V1 V2 ആണ് ഈക്വൽ ടു, റൈറ്റ്, V1 V2 ഈക്വൽ ടു നേരത്തെ മാർക്ക് ചെയ്ത കണക്ക് ഡാഷിന് പകരം ഡബിൾ ഡാഷ് വരും.
എഗെയിൻ കറണ്ടിന് ഒരു ചേഞ്ചും ഇല്ല, I1 I2. അപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ടോട്ടൽ ഇസഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് സമ്മേഷൻ ആയിരിക്കും. സോ ടോട്ടൽ, അതായത് V1 V2 ആയിട്ട് റിലേറ്റ് ചെയ്ത് I1 I2 ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതെന്ന് പറയുന്നത് V1 V2 ഈക്വൽ ടു, റൈറ്റ്, V1 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, V1 ഡാഷ് പ്ലസ് V1 ഡബിൾ ഡാഷ്. സിമിലർലി V2 എന്ന് പറയുന്നതോ V2 ഡാഷ് പ്ലസ് V2 ഡബിൾ ഡാഷ്, റൈറ്റ്. അത് ഇതിനെ നേരത്തെ കിട്ടിയ സമ്മേഷൻ്റെ ഫോമിൽ എഴുതിയാൽ മതിയാവും. ഇസഡ് V1 ഡാഷ് കിട്ടിയത് Z11 ഡാഷ് Z12 ഡാഷ് ഈ ഫോമിലായിരുന്നു. അപ്പം ഈ ഒരു എലമെൻറ്റും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ദാറ്റ് മീൻസ് Z11 ഡാഷ് പ്ലസ് Z11 ഡബിൾ ഡാഷ്. സിമിലർലി അടുത്തത് Z12 ഡാഷ് പ്ലസ് Z12 ഡബിൾ ഡാഷ്. അത് കണ്ടിന്യൂ ചെയ്യുക. സിമിലർലി കറണ്ടിന് ചേഞ്ച് ഒന്നുമില്ല, I1 I2. അപ്പം ഇതിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ടു പോർട്ട് നെറ്റ്വർക്ക്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം ഓരോ ഇൻഡിവിജ്വൽ ഇസഡ് പാരാമീറ്റേഴ്സിൻ്റെ സമ്മേഷനാണ് നടക്കുന്നത്. ദാറ്റ് മീൻസ് Z11 ഈക്വൽ ടു Z11 ഡാഷ് പ്ലസ് Z11 ഡബിൾ ഡാഷ്. സിമിലർലി Z12 ഈക്വൽ ടു Z12 ഡാഷ് പ്ലസ് Z12 ഡബിൾ ഡാഷ്. അത് കണ്ടിന്യൂ ചെയ്തു പോകും. Z21 ഈക്വൽ ടു Z21 ഡാഷ് പ്ലസ് Z21 ഡബിൾ ഡാഷ്, റൈറ്റ്. Similarly, last one Z22 equal to Z22 dash plus Z22 double dash, right. Similarly, next ചെക്ക് ചെയ്യാൻ പറയുന്നത് പാരലാണ്. പാരലാകുമ്പം Y മെട്രിക്സിൻ്റെ സമ്മേഷൻസ് ആയിരിക്കും. നമുക്ക് അഗെയിൻ ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് കേസുമായിട്ട് വളരെ സിമിലറാണ്. സോ പാരൽ കണക്ഷനിൽ ഇൻപുട്ട് സൈഡും പാരലാണ്, സിമിലർലി ഔട്ട്പുട്ട് സൈഡും പാരലാണ്. പാരലാകുന്നു എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ട് ഞാൻ ഈ ഫോമിൽ അപ്ലൈ ചെയ്തു. ഈ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. N1 എന്ന് പറയുന്ന, അതായത് ഫസ്റ്റ് ടു പോർട്ട് നെറ്റ്വർക്കിനകത്ത് എൻ്റർ ആവുന്നുണ്ട്. സിമിലർലി സെക്കൻഡ് ടു പോർട്ട് നെറ്റ്വർക്കിലും എൻ്റർ ആവുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് എൻറ്റേഡ് ആകുന്നത്, റൈറ്റ്. സിമിലർലി ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു പോർഷനിലും സ്പ്ലിറ്റിംഗ് നടക്കും, റൈറ്റ്. ഇവിടെ നിന്ന് പോകുന്ന റിട്ടേൺ കറണ്ടും ഇതേ കണക്ക് ഈ ഒരു പോയിന്റിൽ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് പോകുന്നത്, റൈറ്റ്. സിമിലർലി ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും സെയിം ഫിനോമിന തന്നെ നടക്കും. അതായത് ആദ്യം ഈ ഒരു പോയിന്റിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. സിമിലർലി ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്തതും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്തിരിക്കും, റൈറ്റ്. അപ്പോൾ ഇവിടെ കറണ്ടാണ് സ്പ്ലിറ്റിങ്. ലാസ്റ്റ് കേസിൽ സീരീസ് ആയപ്പോൾ വോൾട്ടേജ് ആയിരുന്നു സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എൻ്റർ ചെയ്തു. ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത കറൻസിനെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഈ കറണ്ട് മുകളിലൂടെ പോകുന്ന ഈ കറണ്ടിനെ I1 ഡാഷ് എന്നും ഇതിനെ ഞാൻ I1 ഡബിൾ ഡാഷ് ആയിട്ടും, സിമിലർലി ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I2 ഡാഷ് ആയിട്ടും, സിമിലർലി ഇതോ I2 ഡബിൾ ഡാഷ് ആയിട്ടും മാർക്ക് ചെയ്യാം. ഇനി ആസ് യൂഷ്വൽ ഇത് V1 V2 വോൾട്ടേജസ് സ്പ്ലിറ്റ് ആവുന്നില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ഞാൻ ഈ ഫസ്റ്റ് ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ Y പാരാമീറ്റേഴ്സ് എടുക്കുകയാണ്. അതായത് I1 ഡാഷ് I2 ഡാഷ്, ഇത് ഫസ്റ്റ് വണ്ണിൻ്റെയാണ്. I1 ഡാഷ് I2 ഡാഷ് ഈക്വൽ ടു അതിൻ്റെ Y പാരാമീറ്റേഴ്സ്. അതിൻ്റെ Y പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് Y11 ഡാഷ് Y12 ഡാഷ്, സിമിലർലി Y21 ഡാഷ് Y22 ഡാഷ്. നെക്സ്റ്റ് വോൾട്ടേജസ് ആണ് V1 V2. പ്രത്യേകം നോക്കുക, V1 V2 ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സാണ്, അത് സ്പ്ലിറ്റ് ആകുന്നില്ല എന്നുള്ള കാര്യം. സിമിലർലി നെക്സ്റ്റ് ഞാൻ N2 സെക്കൻഡ് ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ എടുക്കുകയാണ്. ഇവിടെ അതേ കണക്കാണ് I1 I2 ഡബിൾ ഡാഷ് ഈക്വൽ ടു ലാസ്റ്റ് ചെയ്ത പോലെ എഗെയിൻ ഇവിടെയും വോൾട്ടേജസ് ഒന്നും തന്നെ സ്പ്ലിറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി കമ്പൈൻ ചെയ്യുമ്പോൾ N1 ആൻഡ് N2 ഇതേ കണക്ക് കമ്പൈൻ ചെയ്യുമ്പോഴുള്ള ടോട്ടൽ Y പാരാമീറ്റേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ I1 I2 ഈക്വൽ ടു കറണ്ട് ഞാൻ പറഞ്ഞു സ്പ്ലിറ്റ് ചെയ്താണ് പോകുന്നത്. I1 എന്ന് പറഞ്ഞ കറണ്ട് സ്പ്ലിറ്റ് ആയിരിക്കുന്നത് I1 ഡാഷ് ആയിട്ടും I1 ഡബിൾ ഡാഷ് ആയിട്ടുമാണ്. സോ I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ്. സിമിലർലി I2 ഇതേ കണക്ക് I2 ഡാഷ് ആയിട്ടും I2 ഡബിൾ ഡാഷ് ആയിട്ടും സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഈക്വൽ ടു I1 ഡാഷ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, I1 ഡാഷും I2 ഡാഷിൻ്റെ. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ ആഡ് ചെയ്യുമ്പോൾ Y11 ഡാഷ് പ്ലസ് Y11 ഡബിൾ ഡാഷ് ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. സോ നമുക്ക് ഇതേ കണക്ക് വന്നു. V1 V2 അഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. V1 V2 വേരിയേഷൻ ഇല്ല, സ്പ്ലിറ്റ് ആവുന്നില്ല എന്നുള്ള കാര്യം
ഓർത്തിരിക്കുക. സോ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്കിൻ്റെ y പാരാമീറ്റർ എന്ന് പറയുന്നത് y11 ഈക്വൽ ടു y11 ഡാഷ് പ്ലസ് y11 ഡബിൾ ഡാഷ്. സിമിലർലി ബാലൻസ് ഉള്ള y12 ആണെങ്കിലോ y12 ഡാഷ് പ്ലസ് y12 ഡബിൾ ഡാഷ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. സോ ഈ ഫോമിലായിരിക്കും നമുക്കത് ഒബ്റ്റെയിൻ ചെയ്ത് വരുന്നത്. റൈറ്റ്. സോ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യനിലെ പാർട്ടാണ് ഡിറൈവ് the interrelationship between Z and Y parameters, right? So Z പാരാമീറ്റേഴ്സും Y പാരാമീറ്റേഴ്സും തമ്മിലുള്ള റിലേഷനാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. സോ ഞാൻ Z മെട്രിക്സും Y മെട്രിക്സും മാർക്ക് ചെയ്യാണ്. Z മെട്രിക്സ് V1 V2 ഈക്വൽ ടു Z11 Z12 Z21 Z22 I1 I2, റൈറ്റ്. സിമിലർലി ഞാൻ Y മെട്രിക്സ് മാർക്ക് ചെയ്യാണ്. I1 I2 equal to matrix Y. That means Y11, Y12, Y21, Y22, V1 and V2. ഇത് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പറയുന്നത്. സോ നമുക്ക് ആദ്യം Z പാരാമീറ്റേഴ്സിനെ Y പാരാമീറ്റേഴ്സിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് Y പാരാമീറ്റേഴ്സായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ Z പാരാമീറ്റേഴ്സിനെ Y പാരാമീറ്റേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ Y മെട്രിക്സിൽ V1 V2ന് ക്രാമേഴ്സ് റൂൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൈറ്റ്. ക്രാമേഴ്സ് റൂൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പം ഇത് ഇക്വേറ്റ് ചെയ്തിരിക്കുന്ന Y11 Y12 Y21 Y22 V1 V2 ഈക്വൽ ടു I1 I2 ആണ്. അപ്പം അതിൽ ഇക്വേറ്റഡ് ഫാക്ടർ എന്ന് പറയുന്നത് I1 I2 ആണ്. അപ്പോൾ V1 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോളം, അതായത് Y11 Y21 റീപ്ലേസ് ചെയ്ത് I1 I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിമിലർലി V2 ആകുമ്പോഴോ ഈ കോളം Y12 Y22 എന്ന് പറയുന്ന കോളം റീപ്ലേസ് ചെയ്ത് I1 I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അതായത് V1 ഞാൻ എനിക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് V1 ആണ്. V1 ഈക്വൽ ടു ന്യൂമറേറ്റർ സൈഡിൽ ഡിറ്റർമിനൻ്റ് ഓഫ് ഈ കോളം Y11 Y21 റീപ്ലേസ് ചെയ്തിട്ട് I1 I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. I1 I2 സിമിലർലി Y12 Y22. ഇനി സാധാ ഡിറ്റർമിനൻ്റ് ആണ് Y11 Y12 Y21 Y22, റൈറ്റ്. സോ ഇതെന്ന് പറയുന്നത് Y22 I1 മൈനസ് Y12 I2 ബൈ ഡെൽറ്റ Y, റൈറ്റ്. സോ ഇത് എനിക്ക് ഒന്നുകൂടെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. V1 ഈക്വൽ ടു ഇവിടെ എഴുതാം. V1 ഈക്വൽ ടു Y22 ബൈ ഡെൽറ്റ Y ഇൻറ്റു I1 മൈനസ് Y12 ബൈ ഡെൽറ്റ Y ഇൻറ്റു I2. സോ ഈ എക്സ്പ്രഷനും ഇതിലെ ഫസ്റ്റ് എക്സ്പ്രഷനും ഒന്ന് കമ്പയർ ചെയ്യുക. V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 ആണ്. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് Z11ഉം Z12 നമുക്കതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. സോ Z11 എന്ന് പറയുന്നത് വേറൊന്നുമല്ല Y22 ബൈ ഡെൽറ്റ Y. സിമിലർലി Z12 ആകുമ്പോഴോ Y മൈനസ് Y12 ബൈ ഡെൽറ്റ Y, റൈറ്റ്. സിമിലർലി നമുക്ക് V2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 ഈക്വൽ ടു അഗെയിൻ ക്രാമേഴ്സ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ കോളത്തിന് ചേഞ്ച് ഇല്ല. ഇപ്പോൾ രണ്ടാമത്തെ കോളമാണ് ചേഞ്ച് ആവുന്നത്. സോ രണ്ടാമത്തെ കോളത്തിൽ I1 I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I1 I2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഈ ഫാക്ടറിന് ചേഞ്ച് ഇല്ല ഡിനോമിനേറ്റർ സൈഡിൽ. സോ അത് ഞാൻ ഡെൽറ്റ Y ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുകയാണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം Y11 I2 മൈനസ് Y21 I1 ബൈ ഡെൽറ്റ Y, റൈറ്റ്. ഇനി ഇതിൽ സെക്കൻഡ് എക്സ്പ്രഷൻ ഞാനൊന്ന് എഴുതുകയാണ്. സെക്കൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. സോ ഇനി ഇത് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പം Z21 ഈക്വൽ ടു Y11 ബൈ ഡെൽറ്റ Y ആൻഡ് സിമിലർലി Z22 ഈക്വൽ ടു മൈനസ് Y21 ബൈ ഡെൽറ്റ Y. സോ ഇപ്പോൾ നമ്മൾ Z പാരാമീറ്റേഴ്സിനെ Y പാരാമീറ്റേഴ്സിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി തിരിച്ച് Y പാരാമീറ്റേഴ്സിനെ Z പാരാമീറ്റേഴ്സിൻ്റെ ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാം. വേറെ ഒരു ചേഞ്ചും ഇല്ല. ഇവിടെ V1 V2നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ ആകുമ്പോഴോ I1 I2ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. സോ ഇവിടെ ഞാൻ ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്ത I1 I2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ I1 ഈക്വൽ ടു നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് V1 V2 എന്ന് പറയുന്നത്
ഈ ഫസ്റ്റ് കോളത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ V1 V2 Z12 Z22 ഡിറ്റർമിനൻ്റ് ഓഫ് Z, റൈറ്റ്. അതായത് Z11 Z22 മൈനസ് Z12 Z21 അത് ഞാൻ ഡയറക്റ്റ്ലി എഴുതുകയാണ്. സോ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി V1 Z22 മൈനസ് V2 Z12 ഡിവൈഡഡ് ബൈ ഡെൽറ്റ Z, റൈറ്റ്. ഇനി Y മെട്രിക്സിൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് I1 ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2. കമ്പയർ ചെയ്യുന്നതോടുകൂടി Y11 ഈക്വൽ ടു Z22 by delta Z and similarly Y12 equal to minus Z12 by delta Z, right. Similarly നമുക്ക് I2 കാൽക്കുലേറ്റ് ചെയ്യാം. I2 equal to Z11 Z21 ചേഞ്ച് ഇല്ല, അടുത്ത കോളമാണ് ഇപ്പോൾ ചേഞ്ച് ആവുന്നത്. അവിടെ V1 V2, റൈറ്റ്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സൈഡ് ഡെൽറ്റ Z. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം Z11 V2 by delta Z minus Z21 V1 by delta Z. So next ഞാൻ Y മെട്രിക്സിൻ്റെ സെക്കൻഡ് എക്സ്പ്രഷൻ എഴുതുകയാണ്. I2 equal to Y21 V1 plus Y22 V2, റൈറ്റ്. സോ ഇപ്പോൾ കിട്ടിയ എക്സ്പ്രഷനും ഈ എക്സ്പ്രഷനും കമ്പയർ ചെയ്യുകയാണ്. അതിൽ നിന്ന് Y21 ഈക്വൽ ടു V1ൻ്റെ ടൈം വരുന്നത്, അതായത് മൈനസ് Z21 by delta Z ആൻഡ് സിമിലർലി Y22 ഈക്വൽ ടു Z11 ബൈ ഡെൽറ്റ Z, റൈറ്റ്. സോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ Z മെട്രിക്സിനെ Y മെട്രിക്സിലെയും Y മെട്രിക്സിനെ Z മെട്രിക്സിലെയും കൂടെ കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി തന്നെ ചെക്ക് ചെയ്തു. സോ അടുത്ത എസ്എ ക്വസ്റ്റ്യനെ 4 മാർക്സും 10 മാർക്സും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ 4 മാർക്ക് ക്വസ്റ്റ്യനാണിത്. എ നെറ്റ്വർക്ക് ഈസ് ഗീവൺ ആസ് I1 ഈക്വൽ ടു 2.5 V1 മൈനസ് V2 ആൻഡ് സിമിലർലി I2 ഈക്വൽ ടു minus V1 plus 5 V2, right. Draw its equivalent pi network. So ആദ്യം ഇതിനു വേണ്ടി ഞാൻ സാധാരണ Y മെട്രിക്സ് എഴുതുകയാണ്. I1 equal to Y11 V1 plus Y12 V2 and similarly I2 equal to Y21 V1 plus Y22 V2. ഇനി ഇത് കമ്പയർ ചെയ്യുന്നതോടുകൂടി Y മെട്രിക്സിനെ ഞാൻ ഈ ഫോമിൽ എഴുതാൻ പറ്റും. Y മെട്രിക്സ് equal to 2.5 minus 1 minus 1 5, റൈറ്റ്. സോ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യനിൽ കണ്ട സിമിലർ ഫോർമാറ്റിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. പൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡെൽറ്റ നെറ്റ്വർക്കിൻ്റെ ഫോമിൽ മാർക്ക് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഞാനൊരു ഡെൽറ്റ നെറ്റ്വർക്ക് മാർക്ക് ചെയ്യാണ്. ഈ തന്നിരിക്കുന്നത് അഡ്മിറ്റൻസ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഞാനത് അഡ്മിറ്റൻസിൻ്റെ ഫോമിൽ ഫസ്റ്റ് മാർക്ക് ചെയ്യാം. സോ ഇത് ആ ഡെൽറ്റ നെറ്റ്വർക്ക് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഈ ഡെൽറ്റ നെറ്റ്വർക്കിൻ്റെ ഓരോ എലമെൻറ്റ്സാണ് ഇവിടെ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഈ നോഡിനെ ഞാൻ 1 എന്നും ഈ നോഡിനെ ഞാൻ 2 ആയിട്ടും ഡിനോട്ട് ചെയ്തു. നെക്സ്റ്റ് നോഡ് 1ൽ വരുന്ന ടോട്ടൽ അഡ്മിറ്റൻസസ് ആണ് ഇക്ക തന്നിരിക്കുന്ന 2.5, റൈറ്റ്. നോഡ് 1ൽ വരുന്ന ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറയുമ്പം ഈ അഡ്മിറ്റൻസുമാണ് ഉള്ളത്. സോ 2.5 ഈക്വൽ ടു ഈ അഡ്മിറ്റൻസ് ഇവിടെ നോണാണ്, 1 ആയിട്ട് തന്നിട്ടുണ്ട്. സോ 2.5 ഈക്വൽ ടു 1 പ്ലസ് ഈ അഡ്മിറ്റൻസ്, റൈറ്റ്. സോ ഇതിനെ ഞാൻ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 2.5 മൈനസ് 1 ദാറ്റ് ഈസ് 1.5 മോ ആയിട്ട് വരും. അപ്പം ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു 1.5, റൈറ്റ്. ഇനി ഈ അഡ്മിറ്റൻസ് ഡയറക്റ്റ്ലി തന്നെ തന്നിട്ടുണ്ട് 1 ആയിട്ട്. ഇവിടെ -1 ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറൻറ്റുകൾ ഈ ഫോമിലാണ് 2 പോർട്ട് നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യുന്നത്, I1 I2. സോ അതുകൊണ്ട് +1 ആയിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. സിമിലർലി ഇനി സെക്കൻഡ് നോഡിൽ വരുന്നതാണ്. സെക്കൻഡ് നോഡിൽ വരുന്നതിന് വേണ്ടി അവിടെ സെക്കൻഡ് നോഡിൽ തന്നിരിക്കുന്ന ടോട്ടൽ അഡ്മിറ്റൻസസ് എന്ന് പറയുന്നത് 5 ആണ്. 5 ഈക്വൽ ടു എഗെയിൻ ഒരു അഡ്മിറ്റൻസ് നോണാണ് 1 പ്ലസ് എഗെയിൻ എക്സ്. സോ എക്സ് ടേൺസ് ഔട്ട് ടു ബി 4 മോ, റൈറ്റ്. അപ്പോൾ എഗെയിൻ ഇതും 4 ആയിരിക്കും. അപ്പോൾ ഇനി യൂണിറ്റോട് കൂടി തന്നെ മാർക്ക് ചെയ്യണം. 1 മോ, 1.5 മോ, 4 മോ, റൈറ്റ്. ഇനി സാധാരണ ഇത് ഇപ്പോൾ എല്ലാവരും തെറ്റിച്ചെഴുതുന്ന സാധാരണ ഇത് ഇമ്പിഡൻസിൻ്റെ ഫോമിൽ മാർക്ക് ചെയ്യാണ്. ഇനി ഇതേ സർക്യൂട്ട് തന്നെ നമ്മൾ ഇമ്പിഡൻസ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രഡീഷണൽ വേയിൽ ഞാൻ അതിനെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തു. ജസ്റ്റ് അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്, 4ൻ്റെ ഇൻവേഴ്സ് 1/4, റൈറ്റ്. ഇതാണെങ്കിലോ 2/3. 1.5 എന്ന് പറയുമ്പോൾ 3/2 അല്ലെങ്കിൽ 2/3 ആയിട്ട് ഇതിനെ മാർക്ക് ചെയ്യാം. ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, വേറെ യൂണിറ്റിൻ്റെ കേസിലൊന്നും ഒരു
കൺഫ്യൂഷനും ഇല്ല. സോ ഇക്വലൻറ്റ് പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുമാണ്. ഇതിലേത് വരച്ചാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടും. സോ എസ് എ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് പാർട്ടാണ്. 10 മാർക്സ് ആയിട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഒബ്റ്റെയിൻ ദ എച്ച് പാരാമീറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക്. സോ ഈ മാട്രിക്സ് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഈ കാണുന്ന ഡെൽറ്റയെ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ ഇത് അല്ലാതെ ഈ വേറെ രീതിയിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണ്. എനിവേ രണ്ടാണെങ്കിലും എനിക്കൊന്ന് ടൈം ഒരേ കണക്ക് തന്നെ പോകാനാണ് സാധ്യത. ഇത് സിമെട്രിക് ആയിട്ടുള്ള ഒരു ഡെൽറ്റ ആണെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് തന്നെ അതിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും അഡ്വാൻറ്റേജ് വരുന്നത്. ഇത് സിമെട്രിക് അല്ല, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടെ കാൽക്കുലേഷൻ വരും. എനിവേ 2 രീതി ചെയ്താലും നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഞാൻ അതുകൊണ്ട് ട്രഡീഷണൽ വേയിൽ തന്നെ പോവുകയാണ്. ആദ്യം ഞാൻ എച്ച് മെട്രിക്സ് എഴുതുകയാണ്. V1I2 right, V1I2 equal to matrix H, H11, H12, H21, H22, I1, V2 right. So ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് I1 0 ആക്കാൻ. I1 0 ആക്കിക്കൊണ്ടുള്ള ഇക്വലൻറ്റ് ഫിഗർ ഞാൻ വരയ്ക്കുകയാണ്. I1 0 ആകുമ്പം ഇവിടെ കൂടെ ഒരു കറണ്ടും എൻ്റർ ആവുന്നില്ല. സോ അതുകൊണ്ട് തന്നെ 2 ഓം ഈ സർക്യൂട്ടിൽ ഒരു എഫക്റ്റും ഉണ്ടാവത്തില്ല. ആ സർക്യൂട്ടിൽ ഒരു 3 ഓം വരും. സിമിലർലി ഇവിടെ ഒരു അടുത്ത 3 ഓം വന്നു, പിന്നെ ഒരു 5 ഓം വന്നു റൈറ്റ്. ഇനി ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് ഇരിക്കുന്നത്. ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് V2. I1 0 ആണ്. നെക്സ്റ്റ് ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I2 ആണ്. ഇനി 2 പോർട്ട് പാരാമീറ്റേഴ്സിലെ ഓരോ എലമെൻറ്റ്സും ബേസിക്കലി റേഷ്യോസ് ആണ്. അതായത് ഇതിനകത്ത് റേഷ്യോസ് എടുക്കുന്ന V1I2, I1, V2 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേഷ്യോസ് ആണ് ബേസിക്കലി. ഇവിടെ I1 0 ആക്കി റൈറ്റ്. ഇനി ഞാൻ I2 കൂടെ നോൺ പാരാമീറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഫർദർ സിംപ്ലിഫിക്കേഷൻ വളരെ എളുപ്പമായിട്ട് മാറ്റാൻ പറ്റും റൈറ്റ്. കാരണം വേറെ ഒന്നുമല്ല, H11 എന്ന് പറഞ്ഞാൽ ബേസിക്കലി റേഷ്യോ ആണ് V1/I1 അറ്റ് V2 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് I2 1 ആംപിയർ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് റൈറ്റ്. സോ I2 1 ആംപിയർ ആവുന്നതോടുകൂടി ഇനി V1 V2 മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. ആദ്യം നമുക്ക് ഈ വോൾട്ടേജാണ് V2 ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യാം. V2 ടോട്ടൽ ഇമ്പിഡൻസ് ഇൻറ്റു കറണ്ട് റൈറ്റ്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 3 ഇപ്പം സീരീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം 2 ഓം എന്ന് പറയുന്നത് 2 ഓമിൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഇതിന് ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ലെന്ന് പറയുമ്പം അത് ഓപ്പൺ സർക്യൂട്ടിലാണെന്നാണ് മീനിങ്. സോ അതുകൊണ്ട് ഈ സർക്യൂട്ടിൽ 2 ഓം ഇല്ലാത്തൊരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് 3 സീരീസായി. സോ 3+3 സീരീസ്. സോ 6 പാരലൽ 5 ഇൻറ്റു 1. കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ് റൈറ്റ്. 6 പാരലൽ 5 എന്ന് പറയുന്നത് 6 ഇൻറ്റു 5 30/11 റൈറ്റ്. അപ്പോൾ V2 നമുക്ക് കിട്ടി 30/11 വോൾട്ട് റൈറ്റ്. അപ്പോൾ V2 എന്ന് പറയുന്ന എലമെൻറ്റും നോൺ ആയി കഴിഞ്ഞു. ഇനി V1 മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് റൈറ്റ്. ഇത് V1 ആണ്. അത് നേരത്തെ കറക്റ്റ് ചെയ്തോണം. സോ V1 എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ എഴുതാവുന്നേ ഉള്ളൂ. V1 V2 നോക്കുക, ഇവിടെ വരുന്ന വോൾട്ടേജാണ്. ഈ വോൾട്ടേജ് 30/11 ആണ് റൈറ്റ്. ഇനി ഈ വോൾട്ടേജ് തന്നെയാണ് ഈ 2 പോയിൻറ്റിന് അക്രോസും വരുന്നത് റൈറ്റ്. ബട്ട് നോക്കുക, 2 റെസിസ്റ്റൻസ് ആണുള്ളത്. V1 എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ സിമിലർ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ മീനിങ് V1 എന്ന് പറയുന്നത് V2 മിയർ ഹാഫ് ആയിരിക്കും. സോ 30/22 ആയിട്ട് എനിക്ക് എടുക്കാം റൈറ്റ്. നിങ്ങൾ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. V1 എന്ന് പറയുന്നത് 3 ഓമിന് അക്രോസ് വരുന്ന വോൾട്ടാണ്. ബട്ട് ഈ 3 ഓമിന് അക്രോസ് വരുന്ന വോൾട്ട് V2 ആണ്. അപ്പം 2 സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ്, 2 സെയിം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഹാഫ് ആവുകയാണ് ചെയ്യുന്നത് റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ V1 എന്ന് പറയുന്നത് V2 ഹാഫ് ആയിരിക്കും. സോ 30/22 ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ ഈ കിട്ടിയിരിക്കുന്നതിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് വാല്യൂസും കിട്ടും റൈറ്റ്. I1 0 ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് H12 റൈറ്റ്. ഫസ്റ്റ് വൺ എടുക്കുകയാണ് H12 V1/V2. V1 ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു 30/22. V2 എന്ന് പറയുന്നത് 30/11. അത് ഇൻവേഴ്സ് എടുക്കുമ്പോൾ 11/30. സോ ആൻസർ വരുന്നത് 1/2. H12 1/2. സിമിലർലി നെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് H22 ആണ്. H22 I2/V2 ആണ്. I2 എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന കറണ്ടാണ്. 1/V2 എന്ന് പറയുന്നത് 30/11 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ 11/30. സോ H22 11/30 ആൻഡ് H12 1/2. ഇതിൻ്റെ യൂണിറ്റും കൂടെ മാർക്ക് ചെയ്യുക, ഇത് മോയാണ്. സോ അടുത്ത ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അടുത്ത ഇൻഡിപെൻഡൻറ്റ് എലമെൻ്റ് ആയിട്ടുള്ള
V2 0 ആക്കുകയാണ്. സോ V2 0 ആക്കുമ്പോൾ നമുക്ക് സർക്യൂട്ടിന് എന്ത് ചേഞ്ച് വരുമെന്ന് കാണാം. V1 ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 2 ഓമിന് ഇപ്പം സർക്യൂട്ടിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ 2 ഓം, അത് കഴിഞ്ഞിട്ടൊരു 3 ഓം വന്നു, എഗെയിൻ അനദർ 3 ഓം. ഇനി V2 0 ആക്കുക എന്ന് പറയുമ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നതോടെ 5 ഓമിന് ഈ സർക്യൂട്ടിൽ ഒരു എഫക്റ്റും ഇല്ല. റൈറ്റ്, അതിനെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. കറണ്ട് കംപ്ലീറ്റ്ലി ഈ ഷോർട്ട് സർക്യൂട്ടിൽ കൂടെ പോകും. അപ്പോൾ 5 ഓം ഇല്ലാത്തൊരു പ്രതീതിയാണ് ഇതിൽ നിന്നും ഉണ്ടാവുന്നത്. റൈറ്റ്, അതുകൊണ്ടാണ് ഈ 2 പോയിൻ്റ് ഇടയ്ക്കുള്ള വോൾട്ടേജ് 0 ആയിട്ടും വരുന്നത്. ഇനി ഇവിടെ കൂടെ പോകുന്ന വോൾട്ടേജ്, ഈ 2 ടെർമിനലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആണ്. സിമിലർലി ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I1 ആണ്. റൈറ്റ്, ഇനി നേരത്തെ ചെയ്ത കണക്ക് ഞാനൊരു ടെസ്റ്റ് 1 ആംപിയർ കറണ്ട് സോഴ്സ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാണ്. ബേസിക്കലി എലമെൻറ്റ്സ് റേഷ്യോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എലമെൻറ്റും കൂടെ നോൺ ആവുന്നതോടുകൂടി നമ്മുടെ കാൽക്കുലേഷൻ വളരെ എളുപ്പമാവും. V1, V2, I1, I2. ഇതിൽ V2 = 0 ആക്കുകയാണ് ചെയ്തത്. സിമിലർലി ഇപ്പോൾ I1 = 1 ആംപിയർ ആക്കി. അപ്പോൾ ഇനി ബാലൻസ് ഇവാലുവേറ്റ് ഉള്ളത് V1 ആൻഡ് I2 ആണ്. V1 ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യാം. ഇംപിഡൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് എടുത്താൽ മതി. ഇംപിഡൻസ് എന്ന് പറയുന്നത് 3 പാരലൽ 3. റൈറ്റ്, 3 3 പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സെയിം റെസിസ്റ്റൻസ് പാരലാകുമ്പം റെസിസ്റ്റൻസ് ഹാഫ് ആവും. സോ അതുകൊണ്ട് 1.5 ഇൻറ്റു 1.5 പ്ലസ് 2. റൈറ്റ്, ഇവിടെ ഒരു 2 ഓം മോഡ് ഉണ്ട്. സോ അതുകൊണ്ട് 1.5 പ്ലസ് 2 ഇൻറ്റു ആ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. സോ 3.5 വോൾട്ടായിട്ട് V1 ഒബ്റ്റെയിൻ ചെയ്തു. റൈറ്റ്, സിമിലർലി നമുക്ക് I2 കാൽക്കുലേറ്റ് ചെയ്യാം. I2 നമുക്ക് ഡയറക്റ്റ്ലി എഴുതാവുന്നേ ഉള്ളൂ. I2 എന്ന് പറയുന്നത് ഇവിടെ കൂടെ പോകുന്ന കറണ്ടാണ്. റൈറ്റ്, ഈ I1 1 ആംപിയർ ഉണ്ട്. ഇവിടെ വരെ ആ 1 ആംപിയർ വന്നു. ഇനി ഈക്വൽ റെസിസ്റ്റൻസിലാണ് ഇത് സ്പ്ലിറ്റ് ആകാൻ പോകുന്നത്. സോ ഈക്വൽ റെസിസ്റ്റൻസിലാണ് കറണ്ട് സ്പ്ലിറ്റ് ആകാൻ പോകുന്നത്. സോ അതുകൊണ്ട് എക്സാക്ട്ലി ഹാഫ് ആവും. സോ 1 ആംപിയർ എന്ന് പറയുന്നത് 0.5 ആംപിയർ ആവും. പ്രത്യേകം ഓർത്തിരിക്കുക, സൈൻ എന്ന് പറയുന്നത് I2 ഇങ്ങോട്ടാണ് പോകുന്നത്, I1 അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് -0.5 ആംപിയർ ആയി. ഇനി ഇതിൻ്റെ റേഷ്യോസ് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് H11 ആണ്. H11 = V1/I1 ആണ്. സോ V1 എന്ന് പറയുന്നത് 3.5 ആണ്. I1 എന്ന് പറയുന്നത് 1 ആംപിയർ വരുന്നു. സോ അത് 3.5 ആയിട്ട് തന്നെ വന്നു. സിമിലർലി ലാസ്റ്റ് 1 എന്ന് പറയുന്നത് H11 കഴിഞ്ഞാൽ അടുത്ത H21 = I2/I1 ആണ്. റൈറ്റ്, I2 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന -0.5, I1 അഗെയിൻ 1 ആംപിയർ ആണ്. സോ -1/2. റൈറ്റ്, V1/I1 യൂണിറ്റ് ഓം ആയിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യണം. പലരും ഇത്ര വെച്ച് എഴുതി നിർത്താറുണ്ട്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും വാല്യൂ ചെയ്യുമ്പം പലരും സ്പീഡിലായിരിക്കും വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് എഴുതുക എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ ഫോമിൽ ഫൈനലി കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ മെട്രിക്സ് H = 3.5, അത് ഫ്രാക്ഷനായിട്ട് തന്നെ എഴുതാം, 7/2. നെക്സ്റ്റ് H12 1/2, അഗെയിൻ H21 -1/2 ആൻഡ് H22 11/30. നെക്സ്റ്റ് പലപ്പോഴും നമ്മൾ വാല്യൂഷന് പോകുമ്പോൾ കാണുന്നത്, ഈ പ്രോബ്ലംസ് കിട്ടുമ്പോൾ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം പലരും ഡയറക്റ്റ്ലി ഇക്വേഷൻ ഒന്നും എഴുതാതെ ഈ രീതിയിൽ ചെയ്തു പോകും. ഈ രീതി ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് എറേസ് വരികയാണെങ്കിൽ മാർക്ക് വളരെ കുറയും. അതേസമയം നിങ്ങൾ ആദ്യം ഈ എക്സ്പ്രഷൻ ഒന്ന് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്കൊരു കുറച്ച് മിനിമം മാർക്കെങ്കിലും, പലപ്പോഴും കീക്കകത്ത് ഈ പറയുന്ന എക്സ്പ്രഷനകത്ത് മാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ മിനിമം മാർക്കെങ്കിലും കിട്ടും. ഇല്ലാതെ നിങ്ങളിതിൽ ഫസ്റ്റ് എലമെൻ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന തെറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്ക് നഷ്ടപ്പെടും. റൈറ്റ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് എപ്പോഴും നിങ്ങൾ ഈ മെട്രിക്സ് എഴുതുക. സിമിലർലി ഫൈനലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ മെട്രിക്സ് എഴുതി വയ്ക്കുക. റൈറ്റ്, സോ ഇപ്പം നിങ്ങൾക്ക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിൻ്റെ മോഡ്യൂൾ 5 നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു. ഇതുപോലെ തന്നെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാരുടെ നെറ്റ്വർക്ക് തിയറിയുടെ മോഡ്യൂൾ 5 സെയിം സിലബസ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Z ആൻഡ് Y പാരാമീറ്റേഴ്സ് കണ്ടു. അതിൽ എസ്എ ക്വസ്റ്റ്യനായിട്ട് ബാലൻസ് ഉള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വളരെ എളുപ്പമായിട്ട് നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. സോ സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്സിൻ്റെ വേറെ ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.